കേരളക്കലയിൽ ഉയർന്നു നിന്നിരുന്ന സ്ത്രീരൂപം, പാലത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളി, ചേരിയിൽ പാത്രം മെഴുകുന്ന സ്ത്രീകൾ, നാരികൾ വിശ്വത്തിൻ്റെ നാരായ പേരുകളെന്ന് ചെങ്ങമ്പുഴ പാടിയെങ്കിലും അവസാനം ചെങ്ങമ്പുഴയും പറഞ്ഞു, മഞ്ഞത്തെച്ചി പൂങ്കില പോലെ മഞ്ഞിമ വിടരും പുലർകാലേ നിന്നു ലളിതേ നീയൻ മുന്നിൽ എന്ന് പറയുന്ന ചെങ്ങമ്പുഴയുടെ പ്രശസ്തമായ മനസ്സ്. ഇന്നത്തെ ഓണാനന്തരമായ മന്ന വിഷയം സ്ത്രീ തന്നെയാണ്. നാരികളെന്നും വാമഭാഗമെന്നും പത്നിയെന്നും വനിതയെന്നും യുവതിയെന്നും ബാലികയെന്നും ഒക്കെ പറയുന്ന സ്ത്രീയാണല്ലോ ഭൂമിയുടെ ആധാരശില. സ്ത്രീയാണ് ഭൂമിയുടെ ആധാരശില. അമ്മയില്ലെങ്കിൽ ഭൂമിയുണ്ടോ? അപ്പോൾ താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്നത് അമ്മമാരെ തന്നെയാണ്. അപ്പോൾ പല അമ്മമാരും വീട്ടമ്മമാരും പൂജയ്ക്കെടുക്കാത്ത പൂക്കളായിരിക്കും. ഭർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലരും പൂജാദ്രവ്യങ്ങൾ, പൂജാ പുഷ്പങ്ങൾ പലർക്കും പലതാണ്. ചിലർക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള പൂജാ പുഷ്പങ്ങളിലായിരിക്കും താല്പര്യം. ചിലർക്ക് തെരുവിലെ മനുഷ്യനാം വിത്തുക്കൾ വിലപേശി വിൽക്കുന്നു. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കുമാരനാശൻ്റെ നമ്മുടെ ശ്രീകുമാരൻ തമ്പിയുടെ പ്രശസ്തമായ ഗാനം എം എസ് വിശ്വനാഥൻ്റെ ആലാപനവും സംഗീതവും. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ അത് ഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ, വ്യാസനോ കാളിദാസനോ അത് ഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ, അഭിനന്ദനം നിനക്കഭിനന്ദനം. ഈ ഓണക്കാലത്ത് തരിവളയേറ്റ എത്ര കൈകൾ, അപൂർവങ്ങളായിട്ട് എല്ലാ കൈകളും ആവണമെന്നില്ല. കുറേ തരിവളയിട്ട തരിവളകൾ ചിഹ്നിച്ച് പൊട്ടിക്കഴിക്കുന്നു. നമ്മുടെ പെണ്ണ് ചോദിക്കുന്നു, തിരികെ ഏകുകൻ കനകാഭരണങ്ങൾ, തിരികെ ഏകുകൻ മാനവും മര്യാദയും, നിങ്ങൾ വിടപ്രഭുക്കളെ തിരികെ ഏകുക. ചോദിക്കാൻ പെണ്ണുങ്ങളില്ല എന്നുള്ളതാണ്. വിടപ്രഭുത്വം കൂടിക്കൂടി വരുന്ന നാട്ടിൽ ഇതിന് ചോദിക്കാൻ ആളും പേരുമില്ലേ എന്നതും ഒരു ഉത്സവാനന്തര കാലത്തെ മനസ്സിലുള്ളിരുന്ന ചോദ്യങ്ങളാണ്. നേർക്കാഴ്ചയിലൂടെ കണ്ട പെണ്ണിൻ്റെ പതനങ്ങൾ, സ്ത്രീകൾ എന്താ പറയുക, സ്ത്രീകൾ ചവിട്ടി അരിക്കപ്പെടുന്ന കാഴ്ചകൾ,